ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചരിത്രം എല്ലാ കാലഘട്ടത്തിലും നമ്മൾ പഠിക്കപ്പെടുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. ഉപാദാനങ്ങളെ കൃത്യമായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ചരിത്രത്തെ പരിശോധിക്കപ്പെടുകയാണ്. കാലങ്ങളായി പുതിയ തെളിവുകളും പുതിയ ആഖ്യാനങ്ങളും ചരിത്രത്തിൽ ഓരോ വർഷവും നടന്നു കൊണ്ടിരിക്കുകയാണ്. ഗവേഷണ മേഖലകളിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ രീതിശാസ്ത്രങ്ങളും അതേ തരത്തിൽ തന്നെ ചരിത്രത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല മുൻവിധികളെയും പാടെ മാറ്റുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ചരിത്രം ഓരോ പഠനങ്ങളിലും ഓരോ പഠന മേഖലകളിലും വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ചരിത്ര പുനർനിർമ്മിതിയിൽ സമകാലീന കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്ര പരതയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് മലബാർ കലാപം. കാലങ്ങളായി നിലനിന്നു പോന്നിരുന്ന പല കാഴ്ചപ്പാടുകളെയും പാടെ മാറ്റുന്ന തരത്തിലുള്ള പുതിയ ചില രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചരിത്ര ബോധത്തെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം, അത്തരത്തിലുള്ള ഒരു അപനിർമ്മാണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പലപ്പോഴും മതവും രാഷ്ട്രീയവും നമ്മുടെ ചരിത്ര മേഖലയിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നതോടുകൂടി സംഭവിക്കുന്ന യഥാർത്ഥ വസ്തുതകളെ പാടെ തമസ്കരിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ചരിത്രം വിധേയമാകുന്നുണ്ട്. സമീപകാല ചരിത്ര പുനർനിർമ്മിതികളിൽ ICHRന്റെ പല ഇടപെടലുകളും ബോധപൂർവമായി ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പ്രതലം അടയാളപ്പെടുത്തുകയാണ്. പലപ്പോഴും തെളിവുകളെ തങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോടും തങ്ങളുടെ സമീപനത്തോടും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പുതിയ രീതിശാസ്ത്രത്തെ ചരിത്രത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായ മലബാർ കലാപത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. മലബാർ കലാപത്തെ വളരെ വിശദമായി പരിശോധിക്കപ്പെടുമ്പോൾ നിരവധി പഠന വിധേയമാക്കേണ്ടതുണ്ട്. വ്യത്യസ്തമായ സമീപനങ്ങളാണ് ഓരോ പഠനങ്ങളെയും വ്യത്യസ്തമായി നിലനിർത്തുന്നത്. പ്രധാനമായും മലബാർ കലാപത്തിൽ 3 വ്യത്യസ്ത സമീപനങ്ങൾ തുടരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനമാണ് കൊളോണിയൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കാഴ്ചപ്പാടുകളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ടു പോയ കൊളോണിയൽ ചരിത്രകാരന്മാർ മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റുകൾ. മലബാർ കലാപത്തെ ഒരു കൊളോണിയൽ പേഴ്സ്പെക്റ്റീവിൽ തീർത്തും കൊളോണിയൽ അധികാരത്തിനെതിരെ ഉണ്ടായ ഒരു ശക്തമായ സമരം അല്ല എന്നുള്ള തരത്തിൽ തീർത്തും ആ കാലഘട്ടത്തിൽ മലബാറിൽ ഉണ്ടായിരുന്ന മാപ്പിള കർഷകർ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു സമൂഹത്തിനെതിരെ നടത്തിയ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജന്മി സമൂഹത്തിനെതിരെ നടത്തിയ ഒരു ശക്തമായ പ്രക്ഷോഭം എന്നുള്ള തരത്തിൽ മാത്രം, ഒരു കാർഷിക പ്രക്ഷോഭം എന്നുള്ള തരത്തിൽ മാത്രമായി ഒരു ചരിത്രപരമായ പ്രാധാന്യം മാത്രമേ കൊളോണിയൽ ചരിത്രകാരന്മാർ എല്ലാ കാലഘട്ടത്തിലും കൊടുക്കുന്നുള്ളൂ. ഇത്തരം വാദഗതികളെ സാധൂകരിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ കൊളോണിയൽ ചരിത്ര പഠനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. കൊളോണിയൽ ചരിത്ര പഠനങ്ങളെ വളരെ വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൊളോണിയൽ ഭരണാധികാരികൾ എഴുതപ്പെട്ട അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകളാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് അക്കാലഘട്ടത്തിൽ മലബാർ കലാപത്തിന് തന്നെ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത്, കൊളോണിയൽ ഭരണാധികാരി എന്ന് പറയുന്നത് മലബാറിലെ കളക്ടറായ EF തോമസ് ആണ്. EF തോമസിന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ
നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഒരു കൊളോണിയൽ അധികാരം ആ കാലഘട്ടത്തിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്തു എന്നുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന മാപ്പിളമാരെ കുറിച്ച് വളരെ ഭീതിജനകമായിട്ടുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു അന്ന് മദ്രാസ് ഗവർണർക്ക് മലബാറിലെ കളക്ടറായിരുന്ന EF തോമസ് അയച്ചു കൊടുത്തിരുന്നത്. അപ്പൊ അത്തരം നിഗമനങ്ങൾ മലബാറിനെ വലിയ രീതിയിൽ അല്ലെങ്കിൽ മലബാർ കലാപത്തിലേക്ക് നയിക്കുന്നതിന് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന കുടിയാന്മാരായ മാപ്പിള കർഷകരെ കലാപത്തിലേക്ക് തള്ളിവിടുന്നതിന് ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. മറ്റൊരു പ്രധാന ഘടകം കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു RH ഹിച്ച്കോക്ക്. അദ്ദേഹത്തിന്റെ പെസൻ റിവോൾട്ട് ഇൻ മലബാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും വളരെ വിശദമായി തന്നെ കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ കോൺറാഡ് വുഡിന്റെ പഠനങ്ങൾ ദ മോബ് റെബല്യൻ ആൻഡ് ഇറ്റ്സ് ജെനീസിസ് എന്ന് പറയുന്ന വർക്കിലും വളരെ വിശദമായി തന്നെ മലബാറിലെ കർഷക സമൂഹത്തെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. മലബാറിലെ കുടിയാന്മാരെ കുറിച്ച്, പ്രത്യേകിച്ച് മാപ്പിള കുടിയാന്മാരുടെ കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് അത്. തീർത്തും കൊളോണിയൽ പരിപ്രേക്ഷ്യത്തിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് അക്കാലഘട്ടത്തിൽ ഈ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. ഏതാണ്ട് സമാന സ്വഭാവം തന്നെയാണ് സ്റ്റീഫൻ ഡാലിന്റെ വർക്ക് നമുക്ക് നോക്കിയാലും കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത്തരം വർക്കുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മലബാറിലെ കലാപത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു സമീപനത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് മലബാർ കലാപത്തെ കാണാൻ കഴിയും. അതൊരു വർഗീയ മാപ്പിള കലാപത്തെ എന്നുള്ള തരത്തിലേക്ക് അത് അടിച്ചമർത്തേണ്ടതിന്റെ ആവശ്യകത നിലനിന്നിരുന്നു എന്ന് സാധൂകരിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായിട്ടാണ് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് മലബാർ കലാപത്തെ നേരിട്ടിരുന്നത്. ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ സമീപനമാണ് അന്നത്തെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ നടത്തിയിരുന്നത്. അവരുടെ റിപ്പോർട്ടുകളിലും അവരുടെ പഠനങ്ങളിലൊക്കെ തന്നെ അത് വിശദമായി നിലനിൽക്കുന്നുണ്ട്. അന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് KP കേശവ മേനോനാണെങ്കിലും അതുപോലെ തന്നെ MP നാരായണ മേനോനാണെങ്കിലും ഈ മൊയ്തു മൗലവി ആണെങ്കിലും ഇവരൊക്കെ തന്നെ അവരുടെ ചരിത്ര സ്മരണകളിൽ മലബാർ കലാപത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തോടും ഖിലാഫത്ത് പ്രസ്ഥാനത്തോടും ചേർത്ത് വെച്ചുകൊണ്ടാണ് അന്ന് മലബാർ കലാപത്തെ അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. നിലനിന്നിരുന്ന ജന്മികുടിയാൻ വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെയും അതിൽ ഒരു പരിധി വരെ അഡ്രസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കൾ ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ സമീപനം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതാണ് MN റോയിയുടെ കാഴ്ചപ്പാടുകൾ. ഇന്ത്യൻ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം അത് വിശദമായി പരാമർശിക്കപ്പെടുന്നുണ്ട്. കൂടാതെ KN പണിക്കരുടെ എഗെയിൻസ്റ്റ് ലോഡ് എന്ന് പറയുന്ന ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണെങ്കിലും അതുപോലെ തന്നെ KT ജലീലിന്റെ മലബാർ കലാപം ഒരു പുനർവായന എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ മാർക്സിയൻ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ കൂടുതൽ ഉപാദാനങ്ങളിൽ കൂടി കടന്നു വന്നുകൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായി, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, ഇന്ത്യൻ കർഷക സമരങ്ങളുടെ ഭാഗമായി തന്നെ അടയാളപ്പെടുത്താനുള്ള ഒരു വലിയ ശ്രമം ആധുനിക കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരെല്ലാം നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ മലബാർ കലാപത്തിന്റെ സവിശേഷമായ സ്വഭാവത്തെ വളരെ വിശദമായി പരിശോധിപ്പിക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് K. ഗോപാലൻകുട്ടി സാർ എഡിറ്റ് ചെയ്ത് മലബാർ കലാപം 1921 ചരിത്ര രചനാ വിജ്ഞാനീയം എന്ന് പറയുന്ന ഗ്രന്ഥം. സമാന സ്വഭാവത്തിൽ തന്നെ കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാന ഗ്രന്ഥമാണ് P. ശിവദാസന്റെ മലബാർ കലാപം സിനിമ സമൂഹം ജീവിതം. കൂടാതെ M. അലിക്കുഞ്ഞി 1921 മലബാർ കലാപം ഒരു പഠനം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. KM അനിലിന്റെ മലബാർ കലാപം സാംസ്കാരിക മാനങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ബോബി തോമസ് എഡിറ്റ് ചെയ്ത മലബാർ കലാപം കഥയും പൊരുളും എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുണ്ട്. CP അബ്ദുൽ മജീദിന്റെ മലബാർ കലാപം സർക്കാർ രേഖകളിൽ,
ഇത്തരത്തിൽ ധാരാളം വർക്കുകൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം വർക്കുകളുടെയൊക്കെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു സവിശേഷമായ സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇറങ്ങപ്പെട്ട അല്ലെങ്കിൽ ഈ സമകാലീന കാലഘട്ടത്തിൽ ഇറക്കപ്പെട്ട വർക്കുകളൊക്കെ തന്നെ, പഠനങ്ങളൊക്കെ തന്നെ പുതിയ പുതിയ വ്യത്യസ്തമായ തലത്തിലുള്ള സോഴ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഴുതപ്പെട്ട വർക്കുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈ വർക്കുകളെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ മലബാർ കലാപത്തെ പരിശോധിക്കപ്പെടുമ്പോഴും മലബാർ കലാപത്തിൽ നിലനിന്നിരുന്ന ജന്മി കുടിയാൻ വ്യവസ്ഥയുടെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് അധികാരത്തോടും ശക്തമായിട്ടുള്ള വിയോജിപ്പ് നിലനിന്നിരുന്ന കുടിയാന്മാരുടെ സാമൂഹിക അവസ്ഥകളെ കൂടി വളരെ കൃത്യമായി പരിശോധിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മലബാർ കലാപത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന വർക്കാണ് മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ ഖിലാഫത്ത് സ്മരണകൾ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ കാലഘട്ടത്തിലെ മലബാറിലെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചുള്ള നേരായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ ഒരു വർക്ക് എന്നുള്ള രീതിയിൽ വേണം മോഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ വർക്കിനെ കാണാൻ. മറ്റൊരു പ്രധാന വർക്കാണ് കെ മാധവൻ നായരുടെ മലബാർ കലാപം എന്ന് പറയുന്ന വർക്ക്. മലബാർ കലാപത്തെക്കുറിച്ച് കെ മാധവൻ നായരുടെ ചില വാദഗതികൾ പലപ്പോഴും ചില ചരിത്രപരമായ വസ്തുതകളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന തരത്തിലൊന്നായി നമുക്ക് കാണാൻ കഴിയില്ല. ഒരു തരത്തിൽ ജന്മികുടിയാൻ വ്യവസ്ഥയിൽ നിന്ന മലബാർ കലാപത്തെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള ഒരു ശ്രമം കെ മാധവൻ നായർ തൻ്റെ മലബാർ കലാപം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉണ്ട്. അടിസ്ഥാനപരമായി ഇത്തരം വ്യത്യസ്തമായ വസ്തുതകളെ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതൊരു ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു, അതുപോലെ തന്നെ ഇത് അടിസ്ഥാനപരമായി ജന്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെ നിലനിന്ന് വന്ന ഒരു മഹത്തായ സമരമായിരുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തോട് ചേർത്ത് വെക്കേണ്ട ഒന്നാണോ എന്നൊക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വാദഗതികൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും അടിസ്ഥാനപരമായി ഹിന്ദു മുസ്ലിം സംഘടനം എന്നുള്ള തരത്തിലേക്ക്, ഹിന്ദു മുസ്ലിം ലഹള എന്നുള്ള തരത്തിലേക്ക് വായിക്കപ്പെടുന്നത് ചരിത്രപരമായി വലിയ തെറ്റ് ആണ് എന്ന് പറയേണ്ടതായി വരും. ചില സമയങ്ങളിൽ മലബാർ കലാപത്തിന്റെ ചില ഘട്ടങ്ങളിൽ പലപ്പോഴും ഹിന്ദു ജന്മി സമൂഹത്തിനെതിരെ ശക്തമായ നിലപാടുകൾ മലബാറിലെ മാപ്പിള കുടിയാന്മാർ എടുത്തിരുന്നു എന്നതൊരു വസ്തുത തന്നെയാണ്. അത് കേവലം മതത്തോടുള്ള ഒരു സമീപനം എന്നതിലപ്പുറമായി നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയോട് എതിരെയുള്ള ഒരു സമീപനം എന്നുള്ള രീതിയിലാണ് കാണേണ്ടത്. പിന്നെ മലബാർ കലാപത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് വിശദമായി ചർച്ച ചെയ്യാം. മറ്റൊരു പ്രധാന വർക്ക് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഷംഷാദ് ഹുസൈൻ്റെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വർക്കാണ്. നമുക്കറിയാം, ചരിത്രം എഴുതുന്നത് എല്ലാ കാലഘട്ടത്തിലും ഉപാദാനങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ്. പക്ഷെ സവിശേഷമായ ഉപാദാനങ്ങളിൽ കൂടിയാണ് ഷംഷാദ് ഹുസൈൻ തൻ്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. വാമൊഴി വഴക്കങ്ങളെയും വാമൊഴി അറിവുകളെയും മലബാറിലെ ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകളെയും മലബാർ കലാപത്തിൽ സ്ത്രീകളുടെ സ്വാധീനത്തെയും അവരുടെ കേട്ടറിവുകളിൽ നിന്നും അവരുടെ വാമൊഴി വഴക്കങ്ങളിൽ നിന്നും കണ്ടെത്താനുള്ള ഒരു വ്യത്യസ്തമായ സമീപനമാണ് ഷംഷാദ് ഹുസൈൻ തൻ്റെ വർക്കിൽ സ്വീകരിച്ചത്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ധാരാളം വർക്കുകളെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സമഗ്രമായി ഇത്തരം വർക്കുകളെ പരിശോധിക്കപ്പെടുമ്പോൾ വളരെയധികം പഠനങ്ങൾ ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓരോ പഠനങ്ങളും വ്യത്യസ്തമായ ചില അറിവുകളും വ്യാഖ്യാനങ്ങളും ചരിത്രത്തിലേക്ക് പുതുതായി സംഭാവന ചെയ്യുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും.
ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏതൊരു വിഷയത്തെയും പഠനം നടത്തപ്പെടുമ്പോൾ ആദ്യം പരിശോധിക്കപ്പെടേണ്ടത് അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലമാണ്. ഇവിടെ മലബാർ കലാപത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിക്കപ്പെടുമ്പോൾ അതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, മലബാർ കലാപം 1921 സംഭവിക്കപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷ് കൺട്രോളിലായിരുന്നു മലബാർ എന്ന് പറയുന്നത്. 1793 വന്ന ശ്രീരംഗപട്ടണം സന്ധിയോടുകൂടിയാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ നേരായ സ്വാധീനത്തിലേക്ക് എത്തപ്പെടുന്നത്. അതിനുശേഷം ഉണ്ടായ മലബാറിലുണ്ടായ ലാൻഡ് ടെനുവർ സിസ്റ്റത്തിലുണ്ടായ മാറ്റങ്ങൾ വലിയ രീതിയിൽ മലബാറിലെ കാർഷിക സമൂഹത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അത് ഫ്യൂഡൽ വ്യവസ്ഥയുടെയും നിലനിന്നിരുന്ന ബ്രിട്ടീഷ് അധികാരത്തിൻ്റെയും ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ പലപ്പോഴും മാപ്പിള കുടിയാന്മാരെ അവരുടെ അതിജീവനത്തിന് പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു സാമൂഹിക സാമ്പത്തിക സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1836 മുതൽ 1921 വരെയുള്ള കാലഘട്ടം മലബാറിൽ നമുക്ക് പരിശോധിച്ചാൽ ഒരുപാട് ജന്മി കുടിയാൻ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇത്തരം സംഘർഷങ്ങളൊക്കെ തന്നെ അധികാരത്തിൻ്റെ ശക്തമായ ഇടപെടലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എല്ലാം പൂർണ്ണമായി അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ്. ഇനി 1920 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഈ കാലഘട്ടത്തോടു കൂടിയാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം ശക്തമാകുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും സജീവമായ സാന്നിധ്യം ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശക്തമാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ ഇന്ത്യയിൽ ആകമാനം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആ കാലഘട്ടത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് മലബാറിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സജീവമായിരുന്നു. മലബാറിലെ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ ജനങ്ങളുമായി സജീവമായി ഇടപെടുന്ന തരത്തിലുള്ള നയങ്ങളും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ ഇവിടെയും മലബാറിലും ശക്തമായ സ്വാധീനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1920 നടന്ന മഞ്ചേരി കോൺഫറൻസിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ സപ്പോർട്ട് കോൺഗ്രസിന് ഈ കാലഘട്ടത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാപ്പിള കുടിയാന്മാരുടെയും വലിയ രീതിയിലുള്ള സ്വാധീനം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ 1920 ഈ മഞ്ചേരി കോൺഫറൻസിലാണ് സമഗ്രമായ ഒരു കുടിയാന്മ നിയമം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ മാപ്പിള കുടിയാന്മാരെ കൂടി ചേർത്ത് നിർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള നയ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. അതോടുകൂടി ജന്മി കുടിയാന്മാരുടെ നിലനിന്നു പോന്നിരുന്ന അവസ്ഥയെക്കുറിച്ച് കൃത്യമായ ധാരണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും സജീവമായ ചർച്ചകൾക്ക് ഇടവരുത്തുന്ന തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം മാപ്പിള കുടിയാന്മാരെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സമാന കാലഘട്ടത്തിൽ തന്നെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തമാകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും ഒന്നിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. 1914 മുതൽ 18 വരെ നടന്ന 1-ാം ലോക മഹായുദ്ധത്തോടു കൂടി തുർക്കിയുടെ പരമാധികാരം പൂർണ്ണമായി ബ്രിട്ടന്റെ കയ്യിലേക്ക് എത്തുകയും അതോടുകൂടി തുർക്കിയിലെ ഖലീഫയായിരുന്ന അല്ലെങ്കിൽ തുർക്കിയിലെ സുൽത്താനായിരുന്നു കാലങ്ങളായി ഖലീഫയായി നിലനിന്നിരുന്നത്. തുർക്കി പൂർണ്ണമായി പരാജയപ്പെട്ടതോടുകൂടി ഖലീഫയ്ക്ക്
അവരുടെ അധികാരം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ ഖലീഫയുടെ സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി, നഷ്ടമായ സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടി ലോകത്താകമാനം ഇത്തരത്തിലൊരു ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുകയും അത് ഇന്ത്യയിൽ ശക്തമാകുകയും അതിൻ്റെ വലിയ ഒരു സ്വാധീനം മലബാറിൽ ഉണ്ടായിരുന്നത് ആയി നമുക്ക് കാണാൻ കഴിയും. ഇത്തരം കാലഘട്ടമാവുന്നതോടുകൂടി മലബാറും ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമായി മാറുകയാണ് ഉണ്ടായത്. ഖിലാഫത്ത് മൂവ്മെന്റ് വലിയ രീതിയിൽ തന്നെ മലബാറിൽ സ്വാധീനം ചെലുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മലബാറിലെ നേതാക്കൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അലി മുസ്ലിയാരെ പോലെയുള്ള, അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള നേതാക്കൾ അക്കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനമാണ് ജനങ്ങളിൽ ഉണ്ടായിരുന്നത്. അലി മുസ്ലിയാർ അന്ന് തിരുരങ്ങാടി പള്ളിയിലെ ഇമാം കൂടിയായിരുന്നു. വലിയ ജനകീയനും വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പുരോഹിതൻ കൂടിയായിരുന്നു അലി മുസ്ലിയാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും പിന്നിൽ വലിയൊരു സമൂഹം ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായിരുന്നു. കൂടാതെ ചെമ്പകശ്ശേരി തങ്ങൾ, അതുപോലെ തന്നെ സീതിക്കോയ തങ്ങൾ, ഇങ്ങനെ വലിയ രീതിയിലുള്ള പുരോഹിത സമൂഹത്തിൻ്റെയും സപ്പോർട്ടോടുകൂടി സാധാരണ ജനങ്ങൾ ഒന്നിച്ച് തന്നെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നത് തന്നെയാണ് മലബാറിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തമാവുന്നത്. അതിനൊരു പ്രധാന കാരണം കുടിയാന്മാരുടെ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ്. നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നടപടികളും ജന്മി സമൂഹത്തിൻ്റെ നിലപാടുകളും കർഷകരെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്ന തരത്തിലും കാർഷിക മേഖലയിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് മലബാറിലെ സാധാരണക്കാരായ കുടിയാന്മാർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പാടെ ഇല്ലാതാവുകയും ചെയ്തു. ഇത്തരം കാരണങ്ങൾ ഖിലാഫത്ത് മൂവ്മെന്റ് ശക്തമാകുന്നതിനും ഒരു കാരണമായി, അല്ലെങ്കിൽ ആ മൂവ്മെന്റ് മലബാറിലെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകപ്പെട്ടു എന്നുള്ളതാണ് ഒരു വസ്തുത. മലബാർ കലാപത്തിൻ്റെ പ്രധാന കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത് പൂക്കോട്ടൂർ തോക്കു കേസ് തന്നെയാണ്. അന്ന് നിലമ്പൂർ കോവിലകത്തെ രാജാവായിരുന്ന ചിന്നനുണ്ണി തിരുമുൽപ്പാട്, അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനായിരുന്നു വടക്കേ വീട്ടിൽ മമ്മദ്. വടക്കേ വീട്ടിൽ മമ്മദ് അന്ന് ഖിലാഫത്തുമായി സഹകരിക്കുന്നു എന്നറിഞ്ഞതോടുകൂടി തിരുമുൽപ്പാട് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. എന്നാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട മമ്മദ് അതുവരെ തനിക്ക് തരാനുണ്ടായിരുന്ന ജോലിയുടെ കൂലി ഏതാണ്ട് 350 രൂപ കൂലി ആവശ്യപ്പെട്ടിരുന്നു തരാൻ. പക്ഷേ തിരുമുൽപ്പാട് അതിന് തയ്യാറായില്ല. തുടർന്ന് മമ്മദ് ശക്തമായ നിലപാടെടുക്കുകയും കൂലി തന്നതിന് ശേഷം മാത്രമേ പോകൂ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതോടുകൂടി ഗത്യന്തരമില്ലാതെ തിരുമുൽപ്പാട് അദ്ദേഹത്തിൻ്റെ പൈസ കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ ഒരു സംഭവം തിരുമുൽപ്പാടിനെ സംബന്ധിച്ച് വലിയ ദേഷ്യത്തിന് കാരണമായി, പ്രത്യേകിച്ച് മമ്മദിനോട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മമ്മദിനെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ്. തോക്ക് കവർന്നു എന്നും അതുപോലെ തന്നെ പല സാമഗ്രികളും തൻ്റെ വീട്ടിൽ നിന്ന് കവർന്നു എന്ന് ഒരു കേസ് കൊടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് 1921 ആഗസ്റ്റ് 1 അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന മായൻകോട് നാരായണ മേനോൻ അദ്ദേഹത്തെ പൂക്കോട്ടൂർ കോവിലത്തേക്ക് വിളിക്കുകയാണ്. ചോദ്യം ചെയ്യുന്നതായിട്ട് മമ്മദിനെ വിളിക്കുകയാണ്. പക്ഷെ മമ്മദ് അന്ന് ഒറ്റയ്ക്കായിരുന്നില്ല പോകുന്നത്. അന്ന് ഖിലാഫത്ത് മൂവ്മെന്റ് വലിയ ശക്തമായ ഇതുകൊണ്ട് തന്നെ ഏതാണ്ട് 2000-ഓളം വരുന്ന ഖിലാഫത്ത് അനുയായികളെയും കൂട്ടിയായിരുന്നു മമ്മദ് അന്ന് തിരുമുൽപ്പാടിനെ
അല്ലെങ്കിൽ തിരുമുൽപ്പാടിൻ്റെ കോവിലകത്തേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഇൻസ്പെക്ടർക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും ആളുകളെ കൂട്ടി വരുന്നത് കണ്ടതോടുകൂടി വലിയ ഒരു ഭീതി ഉണ്ടാവുകയും അദ്ദേഹം മമ്മദിനെ ഒരു തരത്തിലുള്ള കേസും കൊടുക്കാതെ അല്ലെങ്കിൽ കേസും എടുക്കാതെ അദ്ദേഹത്തെ തിരിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പക്ഷെ മായങ്കോട് നാരായണ മേനോൻ ഇൻസ്പെക്ടറെ സംബന്ധിച്ച് അതൊരു വലിയ എന്താ പറയുക ഷെയിമേഡായി തോന്നിയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആഗസ്റ്റ് 2 തന്നെ കളക്ടർക്ക് മേനോൻ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. മാപ്പിളമാരെല്ലാം തന്നെ ശക്തമായി സർക്കാരിനെതിരെ തിരിഞ്ഞു തുടങ്ങിയെന്നും അവരെ നിലയ്ക്ക് നിർത്തേണ്ട സമയമായി എന്നും കാണിച്ചുകൊണ്ട് കളക്ടർ EF തോമസിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. EF തോമസ് അതിൻ്റെ സ്ഥിതിഗതികൾ പരിശോധിക്കാതെ തന്നെ ആഗസ്റ്റ് 7 അന്ന് മദ്രാസ് ഗവർണർക്ക് നാരായണ മേനോൻ അയച്ച റിപ്പോർട്ട് കൂടി വെച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് തീർത്തും മലബാറിലെ കർഷകർക്ക്, പ്രത്യേകിച്ച് കുടിയാന്മാർക്ക്, മാപ്പിളമാർക്ക് എതിരായിരുന്നു ആ റിപ്പോർട്ട്. തുടർന്ന് ഗവർണർ സ്ഥിതിഗതികൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു പ്രതിനിധിയെ, അദ്ദേഹത്തിന്റെ തന്നെ പ്രതിനിധിയെ മലബാറിലേക്ക് അയച്ചു, AR നാപ്പ്. പക്ഷെ അദ്ദേഹം സ്ഥിതിഗതികൾ പരിശോധിച്ചുകൊണ്ട് പെട്ടെന്ന് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകണ്ട എന്നും അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ അന്നത്തെ നേതാക്കന്മാരായിരുന്ന വടക്കേ വീട്ടിൽ കുഞ്ഞഹമ്മദ് ഹാജിക്കെതിരെയും അലി മുസ്ലിയാർക്കെതിരെയും നടപടി എടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ നടപടി എടുക്കുന്നതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കാം എന്ന് EF തോമസിന് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ സജീവ നേതാക്കളെല്ലാം ഈ സമയത്ത് ജയിലിലായിരുന്നു. അവരെല്ലാം തിരിച്ചു വരുന്ന ഒരു കാലഘട്ടവും അങ്ങനെ സമാനമായ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ശക്തമായ ഒരു എതിർപ്പ് രൂപപ്പെട്ടു വരുന്ന ഒരു സമയം കൂടിയായി അത് മാറുകയും ചെയ്തതോടുകൂടി EF തോമസ് അവർക്കെതിരെ പട്ടാള നടപടി എടുക്കാനും അതുപോലെ തന്നെ ഖിലാഫത്ത് നേതാക്കന്മാർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1921 ആഗസ്റ്റ് 19 EF തോമസ് ഏതാണ്ട് 200-ലധികം ബ്രിട്ടീഷ് പട്ടാളക്കാരെ കൂട്ടിക്കൊണ്ട് തിരൂരങ്ങാടിക്ക് വരുന്നതോടുകൂടിയാണ് പെട്ടെന്ന് മലബാറിലെ, പ്രത്യേകിച്ച് മലബാറിലെ കലാപത്തിലേക്ക് അന്ന് ആ കാലഘട്ടം ചെന്നെത്തുന്നത്. തിരൂരങ്ങാടിയിലെത്തിയ ബ്രിട്ടീഷ് പട്ടാളം ആദ്യം ചെയ്യുന്നത് തിരൂരങ്ങാടിയിലെ കിഴക്കേപ്പള്ളി, തിരൂരങ്ങാടിയിലെ പ്രധാന പള്ളിയിലെ ഇമാമായിരുന്നു അലി മുസ്ലിയാർ. അത് വളയുകയും അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് ഉണ്ടായത്. പക്ഷേ EF തോമസിന് കൊടുത്ത അനുവാദം, പള്ളിയിൽ കയറാനുള്ള അനുവാദം നൽകിയിരുന്നില്ല. പക്ഷെ അദ്ദേഹം പള്ളിയിൽ കയറി തിരച്ചിൽ നടത്തി അലി മുസ്ലിയാരെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ അലി മുസ്ലിയാരെ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. പക്ഷെ ആ പള്ളിയിലുണ്ടായിരുന്ന ചിലരെ അവർ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അലി മുസ്ലിയാർ അതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് പോയിരുന്നു. പക്ഷെ ഈ വാർത്ത പെട്ടെന്ന് തന്നെ മലബാറിൽ ആകമാനം പരന്നു. സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഖിലാഫത്ത് അംഗങ്ങളിലെല്ലാം തന്നെ ഈ വാർത്ത പെട്ടെന്ന് എത്തുകയും തിരൂരങ്ങാടി പള്ളിയിൽ ബ്രിട്ടീഷ് പട്ടാളം കയറിയെന്നും പള്ളികൾ ആക്രമിക്കപ്പെട്ടു എന്നും അതോടൊപ്പം തന്നെ സമാനമായ പ്രധാന പള്ളിയായ മമ്പുറം പള്ളിയും ആക്രമിക്കപ്പെടും എന്ന വാർത്തയൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ മലബാറിൻ്റെ വിവിധ മേഖലകളിൽ തിരൂരങ്ങാടിയിലും തിരൂരും താനൂരും ഒക്കെയായി വ്യാപിക്കപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും
മനസ്സിലാക്കാനോ പെട്ടെന്ന് പ്രകോപനത്തെ കൺട്രോൾ ചെയ്യാനോ കഴിയുന്ന തരത്തിലുള്ള ഒരു ശക്തമായ നേതൃത്വ നിരയോടുകൂടിയൊന്നും ആയിരുന്നില്ല ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ പോയത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സായുധരായ ധാരാളം ഖിലാഫത്ത് ഭടന്മാർ തിരൂരങ്ങാടിയിലേക്ക് വരാൻ പോവുകയും ആ വരുന്ന വഴിയിൽ വെച്ച് തിരൂരങ്ങാടിയിലും തിരൂരും വെച്ച് ബ്രിട്ടീഷ് പട്ടാളമായി ഏറ്റുമുട്ടുകയും അവിടെ ശക്തമായ വെടിവെപ്പ് ഉണ്ടാവുകയും 50-ലധികം ആളുകൾ തൊട്ടടുത്ത 2 ദിവസങ്ങളിലായി അവിടെ മരണപ്പെടുകയും ചെയ്തു. ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതോടുകൂടി ഈ ബ്രിട്ടീഷ് പട്ടാളം ഈ പ്രദേശങ്ങളിലെ വീടുകൾ കയറി ആക്രമിക്കുകയും അതുപോലെ തന്നെ ഖിലാഫത്ത് ഓഫീസുകൾ ആക്രമിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള വാർത്ത കൂടി പരന്നതോടുകൂടി സ്ഥിതിഗതികളാകെ സങ്കീർണമായി മാറുകയാണ് ഉണ്ടായത്. ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാത്ത തരത്തിലേക്ക് സംഗതികൾ ആകെ മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ KP കേശവ മേനോൻ തൻ്റെ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരം തർക്കങ്ങൾ ശക്തമാകുന്നതോടുകൂടി കലാപം വലിയ രീതിയിൽ മലബാറിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഏറനാട്, വള്ളുവനാട്, തിരൂര്, പൊന്നാനി പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടി ഖിലാഫത്ത് ഭടന്മാര് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓഫീസുകളൊക്കെ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓഫീസുകൾ, തപാൽ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ട്രഷറികൾ, റെയിൽവേ, റോഡ് മുഴുവൻ ഉപരോധിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ തങ്ങൾക്കെതിരായ ജന്മിമാർക്കെതിരെയും ശക്തമായ ആക്രമണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ഖിലാഫത്ത് ഭടന്മാർ നടത്തി. അപ്പൊ ഇതിനെ ആദ്യ ഘട്ടങ്ങളിൽ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയാതെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കഴിയാത്തതോടുകൂടി ഏതാണ്ട് ഈ പ്രദേശത്തെ ഏറനാട്, വള്ളുവനാട്, തിരൂരങ്ങാടി പ്രദേശത്തെ നിയന്ത്രണം ഖിലാഫത്ത് ഭടന്മാർ ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി. തുടർന്ന് ഇവിടുത്തെ ഭരണ സംവിധാനം ഒരു പ്രത്യേക വിഭാഗം, പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ഖിലാഫത്ത് നേതാക്കൾ ഏറ്റെടുക്കുകയും വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പ്രത്യേകിച്ച് ആ പ്രദേശത്തെ ഭരണാധികാരിയായി മാറുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ തിരൂരങ്ങാടി ആലി മുസ്ലിയാരുടെയും വള്ളുവനാട്ടിൽ സീതിക്കോയ തങ്ങളും ഭരണം ഏറ്റെടുത്തു. ഇത്തരത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം മലബാറിൽ രൂപപ്പെട്ടു വന്നു. കുടിയാന്മാർക്ക് ഭൂമി നൽകുന്ന തരത്തിൽ ഒരു വലിയ തീരുമാനങ്ങൾ വരുന്നു. കുടിയാന്മാരെല്ലാം ഭൂ ഉടമകളായി പ്രഖ്യാപിക്കപ്പെടും. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഈ പ്രദേശങ്ങൾ വേദി ആയി മാറുകയാണ്. ഈ സമയത്തൊന്നും തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ശക്തമായ നിലപാടുകളുമായി എടുക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജന്മിമാരെ ക്കെതിരെ ശക്തമായ നടപടികളാണ് ഖിലാഫത്ത് ഭടന്മാർ നടത്തിയിരുന്നത്. അവരെ പൂർണ്ണമായി അടിച്ചമർത്തുന്ന തരത്തിലേക്ക് അവരുടെ ഭൂമികളെ പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ സാഹചര്യം അധികകാലം നീണ്ടു നിന്നില്ല. ഏതാണ്ട് ഒക്ടോബർ മാസമാവുന്നതോടുകൂടി തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ കലാപത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ശക്തമായ നിലപാടുകൾ എടുക്കുകയും കലാപ പ്രദേശങ്ങളിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ പട്ടാള നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് ക്രൂരമായ മർദ്ദന മുറകളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് പിന്നീട് നടത്തിയത്. അക്കാലഘട്ടത്തിലെ ഖിലാഫത്ത് ഭടന്മാരുടെ കുടുംബങ്ങളിലേക്ക് ബ്രിട്ടീഷ് പട്ടാളം ഇരച്ചു കയറുകയും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ ആ പ്രദേശങ്ങളിൽ ഖിലാഫത്ത് ഭടന്മാരെ അല്ലെങ്കിൽ ഖിലാഫത്ത് ഭടന്മാരുടെ കുടുംബത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത്. അതോടുകൂടി ധാരാളം പേർക്ക് ജീവഹാനി സംഭവിക്കപ്പെടുന്നുണ്ട്. ഖിലാഫത്ത് ഭടന്മാർ പതുക്കെ അവരുടെ മനോവീര്യത്തെ തകർക്കുന്ന തരത്തിലുള്ള നടപടികളായിരുന്നു അവരുടെ കുടുംബത്തോട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈക്കൊണ്ടത്.
ഏതാണ്ട് 10,000-ത്തിലധികം ആളുകൾക്ക് ഈ സമയം ജീവഹാനി സംഭവിക്കപ്പെടുന്നുണ്ട്. പക്ഷെ കൃത്യമായ കണക്കുകൾ നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല. തുടർന്ന് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഹാലി മുസ്ലിയാർ, സീതി തങ്ങൾ, ചമ്പകശ്ശേരി തങ്ങൾ മുതലായ എല്ലാ നേതാക്കളും കീഴടങ്ങുകയും ചെയ്തു. തുടർന്ന് നേതാക്കളെ വിചാരണയ്ക്ക് വിധേയമാക്കി വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആയിരക്കണക്കിന് കലാപകാരികളെ കൊല ചെയ്യുകയും ഒരു വലിയ വിഭാഗം കലാപകാരികളെ നാടുകടത്തുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് ഡിസംബർ മാസത്തോടുകൂടി കലാപം പൂർണ്ണമായി അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കഴിഞ്ഞു. മലബാർ കലാപത്തിന്റെ ഏറ്റവും കറുത്ത അധ്യായമായി വിശേഷിപ്പിക്കപ്പെടുന്നത് വാഗൺ ട്രാജഡി തന്നെയാണ്. ഏറ്റവും മനുഷ്യത്വഹീനമായ പ്രവൃത്തി ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയത് ഈ വാഗൺ ട്രാജഡി തന്നെയാണ്. എങ്ങനെയാണ് നമുക്കതിനെ ട്രാജഡി എന്ന് വിളിക്കാനാവുക? ട്രാജഡി എന്ന് പറയുമ്പോൾ അതൊരു ദുരന്തമാണ്. ഇത് ഒരിക്കലും ദുരന്തമല്ല. ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്ത ഒരു നടപടിയാണ്. അന്നത്തെ കലാപകാരികൾ, അവരുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ, 100-ലധികം വരുന്ന കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ, ഒരു തരത്തിലും വായു കയറാത്ത ഒരു വാഗണിൽ, ഗുഡ്സ് വാഗണിൽ അടച്ചാൽ മരണം സംഭവിക്കുമെന്ന യാഥാർത്ഥ്യത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തി എന്ന് തന്നെ വേണം നമുക്ക് കാണാൻ. അതുകൊണ്ടാണ് ഇതിനെ എങ്ങനെയാണ് നമുക്ക് വാഗൺ ട്രാജഡി എന്ന് വിളിക്കാൻ കഴിയുക. അതൊരു കറുത്ത അധ്യായമായി മലബാർ കലാപത്തിൽ ഇന്നും നിൽക്കുകയാണ്. പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴാണ് ബോഗി തുറന്നു നോക്കുന്നത്. അപ്പോഴേക്കും ഏതാണ്ട് 64 പേരോളം മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. ശ്വാസവും വെള്ളവും ഒന്നും കിട്ടാതെ മരണപ്പെട്ട് കഴിഞ്ഞിരുന്നു. അത് തീർത്തും ഒരു കൊലപാതകം തന്നെയായിരുന്നു. പക്ഷേ ഇത്ര കാടത്തപരമായ നിലപാടുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുത്തിട്ടും ആ ഉദ്യോഗസ്ഥന്മാരെ തള്ളിപ്പറയാനുള്ള ഒരു ആർജവം പോലും ബ്രിട്ടീഷ് ഗവൺമെന്റ് കാണിച്ചിരുന്നില്ല. അന്ന് ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യലിനു പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമ നടപടികൾ പോലും നേരിടേണ്ടതായി വന്നില്ല എന്നുള്ളത് തീർത്തും ഖേദകരമായ ഒരു വസ്തുത ആയി വേണം നമുക്ക് കാണാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറുത്ത അധ്യായമായി വാഗൺ സംഭവത്തെ നോക്കിക്കാണുന്നത്. മറ്റൊരു പ്രധാന വിഷയം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചരിത്രപരമായ വിഷയം, ഇതൊരു വർഗീയ കലാപമായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു ഹിന്ദു വിരുദ്ധ നിലപാട് ഇതിനുണ്ടായിരുന്നു എന്നുള്ളതാണ്, ഈ കലാപത്തിനുണ്ടായിരുന്നു എന്നതാണ്. ചരിത്രകാരന്മാരിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊളോണിയൽ ചരിത്രകാരന്മാർ ഇതിനൊരു ഹിന്ദു വിരുദ്ധത എല്ലാ കാലഘട്ടത്തിലും നൽകാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അടിസ്ഥാനപരമായി ഒരു ഹിന്ദു വിരുദ്ധ കാഴ്ചപ്പാടിലപ്പുറമായി ഒരു ഫ്യൂഡൽ വിരുദ്ധ കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയേണ്ടതായി വരും. അന്നത്തെ ഖിലാഫത്ത് നേതാവായിരുന്ന, മലബാർ കലാപത്തിന്റെ ശക്തനായ നേതാക്കളിൽ ഒരാളായിരുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഹിന്ദു വിരുദ്ധമായ ഒരു നിലപാടും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പലപ്പോഴും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത തമസ്കരിച്ചുകൂടാ. ചില സ്ഥലങ്ങളിൽ ഹിന്ദു ജന്മിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം പലപ്പോഴും ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഉണ്ടായ ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും.
ഇതിലൊരു പ്രധാന വാചകം എം എൻ കാരശ്ശേരി സാറിന്റെ ഒരു വാചകമാണ്. ബ്രിട്ടീഷ് വിരുദ്ധമായി ആരംഭിക്കുകയും ജന്മി വിരുദ്ധമായി വ്യാപിക്കുകയും ചിലയിടങ്ങളിൽ ഹിന്ദു വിരുദ്ധമായി വഴിതെറ്റുകയും ചെയ്ത ഒന്നായിരുന്നു കലാപം എന്ന്. അത് ഒരു വസ്തുത തന്നെയാണ്. ബ്രിട്ടീഷ് വിരുദ്ധമായി ആരംഭിച്ച് ജന്മി വിരുദ്ധമായി നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് എതിരെയുള്ള സമീപനം വലിയ രീതിയിൽ തന്നെ അതിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എവിടെയോ ഹിന്ദു വിരുദ്ധത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അത്തരത്തിലൊരു വഴിതെറ്റുന്ന തരത്തിലുള്ള നിലപാടുകൾ, പക്ഷെ അതൊന്നും നേതാക്കൾ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന് വേറെ തരത്തിലുള്ള ഒരു ചിത്രം ദേശീയ മാധ്യമങ്ങളിലൊക്കെ നൽകാൻ ശ്രമിച്ചപ്പോൾ ഹിന്ദുവിൽ അക്കാലത്ത് അദ്ദേഹം തന്നെ മറുകുറിപ്പ് എഴുതിയിരുന്നു, വാര്യൻ തന്നെ. അപ്പൊ അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധത ഉണ്ടായിരുന്നില്ല എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ചില വസ്തുതകൾ കൂടി ചേർക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ്, അന്ന് നമുക്കറിയാം നിലമ്പൂർ കോവിലകം അന്ന് കലാപകാരികൾ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ചില മുസ്ലിം നേതാക്കളെ കൊല ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരോടും ചേർന്ന് നിന്നിരുന്ന ചില മുസ്ലിം നേതാക്കളെ ആ കാലഘട്ടത്തിൽ കൊലം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് തന്നെ ജന്മിമാരല്ലാത്ത ധാരാളം ആളുകൾ ഖിലാഫത്ത് ഭടന്മാരായ ഹിന്ദു ഭടന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊരു വർഗീയ തരത്തിലുള്ള ഒരു സമരം എന്നുള്ള ചിത്രം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നടന്നത്. അല്ലാതെ അതൊരു വർഗീയ സമരമായിരുന്നില്ല. മതപരമായ നിലപാടുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല മുന്നോട്ട് പോയിരുന്നത്. അത് തീർത്തും ജന്മി വിരുദ്ധമായ ബ്രിട്ടീഷ് വിരുദ്ധമായ നടപടികളുമായിട്ടാണ് ഖിലാഫത്ത് ഭടന്മാർ മുന്നോട്ട് പോയത് എന്ന് വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ ഉള്ള നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ധാരാളം തെളിവുകളും ഇന്നും നമുക്ക് കണ്ടെത്താനാകും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ ഒരു സംഭവം എന്ന നിലയിൽ തന്നെ വേണം മലബാർ കലാപത്തെ നോക്കിക്കാണാൻ. വ്യത്യസ്തമായ പല സമീപനങ്ങളും ചരിത്രകാരന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. നിലനിന്നിരുന്ന മലബാറിലെ ഫ്യൂഡൽ ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ സാമ്രാജ്യത്വത്തിന് എതിരെ ഉയർന്നു വന്ന ഒരു സായുധ സമരത്തിൻ്റെ സ്വഭാവമായിരുന്നു മലബാർ കലാപത്തിന് ഉണ്ടായിരുന്നത്. അടിസ്ഥാനപരമായി ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ മലബാറിലെ കർഷകരായ മാപ്പിള സമൂഹത്തിൻ്റെ അതിജീവനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ തന്നെ വേണം മലബാർ കലാപത്തെ നോക്കിക്കാണാൻ. ഓക്കെ, താങ്ക് യു.